നല്ല ടേസ്റ്റ്. ഹായ് ഞം 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 ഞം. എടി നീ ഫ്രിഡ്ജിൽ ചോക്കോബാർ എടുത്ത് തിന്നുവാണോ? അതെ, ചേച്ചിക്ക് ഉണ്ടല്ലോ, ചേച്ചിയുടെ ചോക്കോബാർ ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട്. എടി അമ്മ പ്രത്യേകം പറഞ്ഞില്ലേ കുണുക്കനും കുണിക്കി ഉറങ്ങിയിട്ട് മാത്രം ഐസ്ക്രീം എടുക്കാവുള്ളൂ എന്ന്. അവർ കണ്ട ഇതിന് കരയില്ലേ? അതിന് കുണുക്കൻ ഉറങ്ങുമല്ലേ, കുണിക്കിനാണെങ്കിൽ അച്ഛൻ മുറ്റത്തൊക്കെ എടുത്തോണ്ട് കിടക്കുമല്ലേ, പിന്നെ അവളെങ്ങനെ കാണാനാ? എടി അതൊന്നും പറയാൻ പറ്റില്ല, അവളെങ്ങാനും വന്ന് കണ്ടാലുണ്ടല്ലോ പിന്നെ കിട്ടും. അവൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞാലോ? അമ്മ പഠിക്കാൻ പോയേക്കണല്ലേ, അമ്മ വരുമ്പോൾ നിനക്കിട്ട് നല്ലത് തന്നെ കിട്ടും. അതിന് അവൾ വരുമ്പോൾ ഇത് കണ്ടിട്ട് വേണ്ടി ഞാൻ ഇപ്പം തന്നെ കാര്യമാക്കും. എന്ത് ടേസ്റ്റാ. ഞം 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 ഞം. അയ്യോടി കുണുക്കൻ കരയുന്നു. ഞാൻ അവനെ കരച്ചിൽ മാറ്റി വീണ്ടും ഉറക്കാം. നീ അടുക്കളയിൽ ഇരിക്കണ പാലെടുത്തോണ്ട് വാ. അയ്യോ ഇപ്പം എൻ്റെ ഐസ്ക്രീമോ? ഓ അതവിടെ എങ്ങനെ വെച്ചിട്ട് വാടി. ഐസ്ക്രീം ഇന്ന് ഇവിടെ ഇരുന്ന് ഞാൻ ഇപ്പം വരാട്ടോ. കുണിക്കുമ്പോൾ ഇപ്പൊ എങ്ങനെ വന്നു? അയ്യോ എന്താ നിന്റെ മേത്തേക്ക് കാണുന്നത്? ഐസ്ക്രീം അല്ലേ? നീ എന്റെ ചോക്കോബാർ എടുത്ത് തിന്നോ? ദൈവമേ, നിനക്ക് വല്ല ചുമ തൊണ്ടവേനോ? എന്ത് ചെയ്യും? അമ്മ എന്നെ കൊല്ലും. എന്തിനാ കുണിക്കുമ്പോൾ നീ അതൊക്കെ എടുത്ത് കഴിക്കാൻ പോയി? അയ്യോ, ഒരു ചോക്കോബാർ മുഴുവൻ കഴിച്ചത് പോരാൻ പിന്നെ ഐസ്ക്രീം വേണോന്നോ? ദൈവമേ, എനിക്ക് പേടിയാവുന്നു. കുണിക്ക് വല്ല തൊണ്ടവേദന പനി വന്നാൽ എന്റെ കാര്യം പോക്കാം. ഇതെന്താ ഐസ്ക്രീമിൽ കുളിച്ചോ? മേത്തൊക്കെ നിറച്ച് ക്രീമായല്ലോ. ദൈവമേ, നിത്യ ചേച്ചി വന്നപ്പോൾ മുഴുവൻ തുടച്ചു കളയണം, അല്ലെങ്കിൽ അമ്മയോട് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു കൊടുക്കും അമ്മയോട്. അയ്യോ എന്റെ കുണിക്കുമോളെ ചതിച്ചേക്കല്ലേ. ഐസ്ക്രീം തിന്ന കാര്യമൊന്നും അമ്മയോട് പറഞ്ഞേക്കല്ലേ. അയ്യോ എന്താ കുണിക്കുമോളുടെ മേത്തൊക്കെ കാണുന്നേ? അത് ചേച്ചി ബേബി ക്രീമാ. എന്റെ കണ്ണ് തെറ്റിയ സമയത്ത് ഇവിടെ ബേബി ക്രീം എല്ലാം വരി മേത്ത് വാരി തേച്ചതാ. എടി നീ ഇതുമോളെ ഇത്തിരിക്കില്ലാത്ത കൊച്ചിന് നീ ഐസ്ക്രീം കൊടുത്തു? ദൈവമേ. ചേച്ചി ഞാൻ കൊടുത്തൊന്നുമില്ല കേട്ടോ, കൊച്ചു താനേ എടുത്ത് കഴിച്ചത്. അവരുടെ എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട. നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കലെന്ന്. എനിക്കിപ്പോൾ സമാധാനമായോ കൊച്ചു തിന്നപ്പോൾ? എന്തായാലും ഐസ്ക്രീം തിന്നതുകൊണ്ട് തൊണ്ടവേദന പനി വരും. അമ്മ അറിയാണ്ടിരിക്കുള്ളൂ, നിനക്ക് നല്ലത് തന്നെ കിട്ടിക്കോളും. അതിന് അമ്മ അറിഞ്ഞാലല്ലേ? അമ്മയോട് ചേച്ചി അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ ചേച്ചിയോട് മിണ്ടത്തേ ഇല്ല. ഞാൻ പറയാം അമ്മയോട്. മിടുക്കി. കുണിക്കുമോളെ അമ്മയോട് പറയോ? അമ്മയോട് ഐസ്ക്രീം തിന്നെന്ന് പറഞ്ഞാൽ ഇത് ചേച്ചി പിന്നെ മിണ്ടത്തില്ല. എടി നീ നീ കുഞ്ഞിക്കൊച്ചിനെ നുണ പറയാൻ പഠിപ്പിക്കുവാണോ? ദൈവമേ, മേല് മുഴുവൻ ഐസ്ക്രീമാണ്. നിന്ന് കഥ പറയാതെ ആദ്യം ഐസ്ക്രീം ഒക്കെ തുടച്ച് മാറ്റി. കൊച്ചിന്റെ നെഞ്ച് തണുക്കും. അയ്യോ തൊണ്ടവേദനയോ? ദൈവമേ, ഇനി എന്ത് ചെയ്യും? അയ്യോ പാവം എന്റെ കുണിക്കുമോളെ. ഐസ്ക്രീം ഒക്കെ ഞാൻ വേഗം തൂത്ത് കളയട്ടെ. മക്കളെ, അയ്യോ അമ്മ വന്നു. എന്തായാലും ഇതുമോളെ നിനക്കിട്ട് കിട്ടിക്കോളും. അയ്യോ എന്റെ കുണിക്കുമോളെ അമ്മയുടെ മുമ്പിൽ വെച്ച് മാത്രം ചുമച്ചേക്കല്ലേ. മക്കളെ ഇനി വാ. എത്ര നേരം വിളിക്കുന്നു? എത്ര നേരം മക്കളെ വിളിക്കുന്നു? ഈ കുണിക്ക് ഉറക്കമൊന്നുമില്ലേ? ആ കുണുക്കനാണെങ്കിൽ മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോളും. കുണിക്ക് ഏത് നേരവും ചേച്ചിമാരോടൊപ്പം കളിയാണോ? അമ്മ ഇന്ന് നേരത്തെ വന്നോ? ആ ക്ലാസ് കുറച്ച് നേരത്തെ വിട്ടു. അല്ല എന്തോ ഒരു കള്ളത്തിലുണ്ടല്ലോ. എന്തു പറ്റി? അയ്യോ കുണിക്കുമോൾക്ക് എന്താ ചുമ പിടിച്ചോ? പോകുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ ഈ ഒരു ചുമ? എനിക്ക് തൊണ്ടവേദനയാ. എന്ത് തൊണ്ടവേദനയോ? അമ്മ നോക്കട്ടെ. തൊണ്ടവേദനയോ? കുണിക്ക് എങ്ങനെയാ തൊണ്ടവേദന വന്നേ? അത് ഈ തൊണ്ടാന്നുള്ള വാക്കൊക്കെ എങ്ങനെയാ കിട്ടിയത്? നിങ്ങൾ പറഞ്ഞു കൊടുത്തതാണോ? അത് കുണിക്ക് വെറുതെ പറയുന്നതാമേ. കുഞ്ഞങ്ങനെ വെറുതെ ഒന്നും പറയില്ല. അതിന്റെ മുഖം കണ്ടില്ലേ? നല്ല വേദനയായിട്ടെന്ന് തോന്നുന്നു. ദൈവമേ, വീണ്ടും വീട് ചുമക്കുന്നല്ലോ. എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഇതിപ്പോ തുടക്കമാണ്. ചുമയൊക്കെ വന്നാൽ മാറാൻ പാടാ. ഇനി കുണുക്കനും കൂടി പകരണ്ട, അതിനു മുമ്പേ കൊണ്ടുപോകാം. ദൈവമേ, അമ്മയോട് നീ എന്താ പറയാ? ഐസ്ക്രീമിന്റെ കാര്യം അമ്മ കണ്ടുപിടിച്ചാൽ തീർന്നു. അമ്മ ഐസ്ക്രീം. അയ്യോ ഇത് കുണിക്കുമ്പോൾ പറയണ കേട്ടോ, തൊണ്ടവേദനയാ എന്നിട്ടും ഐസ്ക്രീം വേണോന്ന്. അങ്ങനെയല്ലല്ലോ, അവൾ എന്താ പറയാൻ വന്നിട്ട് നീ എന്താ പറയിക്കാത്തെ? കുണിക്ക് പറ, എന്താ പറ്റിയേ? ഞാൻ ഐസ്ക്രീം തിന്നു. എനിക്ക് തോന്നി ഐസ്ക്രീം തിന്ന് കാണുമെന്ന്. ഫ്രിഡ്ജിൽ 2 ചോക്കോബാർ ഇരിക്കണ കണ്ടപ്പോഴേ തോന്നി നിങ്ങൾ 2 പിള്ളേരെ കാണിച്ച് തിന്നാൻ എടുത്ത് കാണും. അവര് കരഞ്ഞു കാണുമെന്ന്. നീതു ചേച്ചിയാ തന്നെ. നീതു മോളെ, എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കാണുക ഐസ്ക്രീം കഴിക്കരുതെന്ന്? അങ്ങനെ ചോദിക്കാം, ഇവള് മനഃപൂർവ്വം ചെയ്ത പണിയാ. അച്ഛമ്മ വരുന്നു. ആ അമ്മയോ? അകത്തേക്ക് വാ അമ്മേ. അച്ഛനും ഉണ്ട് കൂടെ. അമ്മ എന്നെ വിളിച്ചപ്പോ ഞാൻ അമ്മയെ പോയി കൊണ്ടുവന്നതാ ഗീതേ. ആ നിങ്ങൾക്കൊക്കെയല്ലേ അങ്ങോട്ട് വരാൻ സമയമില്ലാത്തത്. ഇവിടത്തെ ഒരു വിശേഷം അറിഞ്ഞോ, അതുകൊണ്ട് വന്നതാ. അമ്മ കേറിയിരിക്കും, ഞാൻ ചായ എടുക്കാം. അയ്യോ കുണിക്കുമോളാണോ ഇരിക്കണേ? എന്തൊരു കോലായത്. ആകെ മെലിഞ്ഞൊട്ടി അസ്ഥിക്കൂടം പോലെ ആയല്ലോ. അതെങ്ങനെ? ഇവക്ക് ഇതിന് വല്ലത് നേരമുണ്ടോ കൊച്ചിനെ നോക്കാൻ? അവൾ അമേരിക്കയിൽ പോകാൻ നിൽക്കല്ലേ? അസ്ഥി കൂടോന്നോ ഈ കുണിക്കുമോളെയോ? അച്ഛമ്മ കണ്ണടക്കാൻ സമയമായിട്ടാ. നിതുമോളെ വേണ്ടട്ടോ, പണ്ടത്തെ പോലെ നിന്റെ കോമഡി ഒന്നും വേണ്ട. കുഞ്ഞുങ്ങളെ ക്ഷീണിച്ചു എന്നൊക്കെ അമ്മക്ക് വെറുതെ തോന്നുന്നതാ. ഗീത കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യവും ചെയ്തിട്ടാ പഠിക്കാൻ പോവാറ്. ഓ അത് ഇവിടെ നിൽക്കുമ്പോഴല്ലേ? അമേരിക്കയിൽ പോകുമ്പോഴോ? അവിടെ നിന്ന് വന്ന് ചെയ്തിട്ട് പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അവള് പിന്നെ അമേരിക്കയിൽ പോകുമോ വിമാനത്തിൽ കയറി? എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകല്ലേ, അവക്ക് നല്ലൊരു അവസരം വന്നതാ. അവസരം
വല്ല കാര്യമുണ്ടോ ഈ ഗീതയ്ക്ക് വയസ്സാം കാലത്ത് അമേരിക്കൊക്കെ പോകാനായിട്ട്? 4 കുട്ടികളുടെ കാര്യം നോക്കി അടുക്കളയിൽ എങ്ങാനും നിന്നാ പോരെ? നാട്ടുകാർ ഓരോന്ന് പറഞ്ഞ് ചിരിക്കുക. ഓ, അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്താനാണല്ലേ വീട്ടിലോട്ട് വന്നോന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത്. ഞാൻ കരുതി അമ്മക്ക് ഇവിടെ എല്ലാവരും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന്. ഇന്നാമി ചായ. അല്ല, ഞാൻ വന്നപ്പോ നീ ഒരു ചുരിദാറല്ലേ ഇട്ടേച്ചത്? ചുരിദാർ മാറ്റി സാരി ആക്കിയോ? ചുരിദാർ ക്ലാസ്സിൽ പോകുമ്പോൾ അമ്മ ഇടുന്നത്, ക്ലാസ്സിൽ അങ്ങനെ സാരിയെ കൊടുത്ത് പോകാൻ പാടാ, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇനിയിപ്പോ അമേരിക്കയിലൊക്കെ പോണേല്ലേ, സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ ഫ്ലൈറ്റിലൊന്നും കയറാൻ പറ്റൂലല്ലോ. പതിയെ പാന്റും ജീൻസ് ഒക്കെ ഇട്, നിന്റെ ആഗ്രഹം നടക്കട്ടെ. ആഗ്രഹമോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്റെ ഗീതേ, ഒരു കാര്യം മുഖത്ത് നോക്കി പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ 4 കുട്ടികളായിട്ട് അമേരിക്ക പോകണുണ്ടല്ലോ, ആരെ കണ്ടോണ്ടാണ്? എന്നെ കണ്ടോണ്ടാണെങ്കിൽ ഇത് എന്റെ കാലും കൈയൊക്കെ വേദനയാണ്. എങ്ങനെയാണ് നടക്കണേന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്റെ പൊന്നു മോളെ, എന്നെ ഒരു കാര്യം വിളിച്ച് ഏൽപ്പിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ അമ്മേനെ ഞാനൊന്നും ഏൽപ്പിക്കാൻ പോകുന്നില്ല. അമ്മ എന്തിനാ ഇല്ലാത്ത കാര്യമൊക്കെ പറയുന്നേ? എന്റെ അമ്മ അച്ഛനും ഇവിടെ വന്ന് നിന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ ഗീത, ഞാൻ വഴക്കിടാൻ വേണ്ടി പറഞ്ഞതല്ല. നമുക്ക് എത്ര പഠിപ്പുണ്ടെങ്കിലും നമ്മ കുട്ടികൾക്ക് വേണ്ടി വീട്ടിരിക്കണം, എന്നാലും അവരുടെ ഭാവി സുരക്ഷിതമാകും. അല്ലാതെ നമുക്ക് പഠിപ്പുണ്ട് കഴിവുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ജോലിക്കൊക്കെ പോയി നടന്നാലേ അതെങ്ങനെ ശരിയാകുമെന്ന് ഓർത്താ. അതെല്ലാം ഞങ്ങൾ ആലോചിച്ചമ്മേ. അമ്മ വിഷമിക്കണ്ട, ഇവളുടെ അച്ഛനും അമ്മയും വരും. പിന്നെ വേണമെങ്കിൽ കുട്ടികളെ നോക്കാനായിട്ട് ഒരു ബേബി സിസ്റ്ററിനെയും കൂടി വെക്കാം. 1 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിയുമ്പോൾ ഇവർക്ക് ഫാമിലി വിസ കിട്ടില്ലേ? ഫാമിലി വിസ? അത് സാധനമാണ് ഈ ഫാമിലി വിസ. വിസ ഒന്നും അല്ലമ്മേ, ഫാമിലി വിസ. 1 വർഷം കഴിഞ്ഞാലേ എനിക്കും കുട്ടികൾക്കും കൂടി പോകാൻ പറ്റും. അയ്യോ, അപ്പൊ നീയും കുഞ്ഞുങ്ങളും കൂടി പോകുമോ? ഈ കടയിൽ നോക്കി ഇവിടെ നിന്നിട്ട് എത്ര കാലം അമ്മേ, കടമൊക്കെ വീട്ടണ്ടേ? എന്നാലും എന്റെ ഗീത, നീ എന്റെ മോനെ തട്ടിപ്പറിച്ചോണ്ട് പോകുകയാണെന്ന് എന്റെ അടുത്ത് നീ ഇത്ര കാര്യമാണെന്ന് ഞാൻ കരുതില്ല. നിനക്ക് പോണെങ്കിൽ നിനക്ക് ഒറ്റക്ക് അമേരിക്ക പൊക്കൂടെ? ഇവനെ പിള്ളേരെ എന്തിനാ കൊണ്ടുപോണേ? അമ്മയല്ലേ പറഞ്ഞത് ഞാൻ ഇവരുടെ കൂടെ വേണോന്ന്, അതുകൊണ്ടല്ലേ ഞാൻ കൊണ്ടുപോകുന്നേ. അമ്മേനെ കുറ്റം പറയാൻ വേണ്ടിയാണോ മുത്തശ്ശി ഇങ്ങോട്ട് വന്നേ? ഈ ഫാമിലി എന്ന് പറയുമ്പോ അതിൽ അച്ഛന്റെ അമ്മ പെടുവോ? അത് പിന്നെ അമ്മ ഫാമിലിയിലുള്ളതല്ലേ, അപ്പൊ അമ്മയും പെടും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വയസ്സാം കാലത്ത് ചിലപ്പോ അമേരിക്ക കിടന്ന് മരിക്കാനായിരിക്കും വിധി. ഞാനും കൂടി വരാടാ നിന്റെ ഒപ്പം. അപ്പൊ അമേരിക്കയിലും അമ്മയുടെ സമാധാനം തീർന്നു. അല്ല, അപ്പൊ അമ്മയല്ലേ പറഞ്ഞത് നല്ല അമ്മമാര് വീട്ടിൽ നിൽക്കണതാണ്. ഇപ്പൊ അമ്മക്ക് അമേരിക്ക വന്നതിന് കുഴപ്പമൊന്നുമില്ലേ? അതിന് എന്റെ മോന്റെ ഒപ്പല്ലേടാ ഞാൻ വരുന്നേ. അമ്മക്ക് ഞാൻ മാത്രമല്ല മോനായിട്ടുള്ളത്, ഇനിയും മക്കളില്ലേ, അപ്പൊ അവരെ കിട്ടിട്ട് വരുന്നത് മോശമല്ലേ? അച്ഛമ്മ ഇപ്പൊ അങ്ങനെ പറഞ്ഞതല്ലേ, എങ്കിൽ അച്ഛമ്മ തിരിച്ചു പറയാതൊന്നും മോശമല്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകാം. ദൈവമേ, കുണിക്കുമ്പോൾ പറഞ്ഞു കേട്ടോ, ഇത്തിരിക്കില്ലാത്ത കൊച്ചിനെ അവരെ എല്ലാം പഠിപ്പിച്ച് വെച്ചേക്കോ ഇവളുമാരെ. ഞങ്ങളാരും പഠിപ്പിച്ചതല്ല, കുണിക്കുമോള് തനിയെ പറഞ്ഞതാ. ഇത്തിരിക്കില്ലാത്ത കുണിക്കുമോൾക്ക് വരെ മനസ്സിലായി അച്ഛമ്മയുടെ സ്വഭാവം.